മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സമ്മർദ്ദങ്ങളും മാനസിക പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജോലിയുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായ ആരോഗ്യ രോഗപരമായ പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. ഈ പ്രയാസങ്ങളെല്ലാം നിലനിൽക്കുന്നതാണ് ഈ ജീവിതം. അതൊന്നും പൂർണ്ണമായും ഇല്ലാതാവുക എന്നുള്ളത് ഉണ്ടാകുന്ന പ്രശ്നമല്ല. അപ്പൊ ഇതിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പറയാൻ ഒരാളുണ്ടാവുക, നമ്മളെ വിഷമങ്ങൾ കണ്ടറിയാൻ ഒരാളുണ്ടാവുക എന്നതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ആശ്വാസം. ഏറ്റവും വലിയ ആശ്വാസം അതാണ്. അപ്പൊ അതാരിൽ നിന്നേ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ലിതസ്കുനു ഇലൈഹ എന്ന് ഖുർആൻ പറയുന്നതാണ്. അത്രമാത്രം ആ സ്നേഹത്തിന്റെ സമാനമായ ഒരു സ്നേഹം ലോകത്തെവിടെയും ഇല്ല. ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന സ്നേഹത്തിന് തുല്യമായ ഒരു സ്നേഹം എവിടെയില്ല. അപ്പോൾ ആ ഒരു പരസ്പരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ, പറഞ്ഞു തീർക്കുന്നതിലൂടെ വലിയൊരു മനസ്സമാധാനവും മനസ്സന്തോഷവും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇണങ്ങി ജീവിച്ചു പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സാധ്യമാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ നിരന്തരമായി എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ. അങ്ങനെ അവസാനം പറഞ്ഞ് ആ വിവരങ്ങളൊക്കെ എനിക്ക് വോയിസ് ആക്കിയിട്ടെന്ന് ഞാനത് കേട്ട് കഴിഞ്ഞതിന് ശേഷം, നമ്മൾ പൊതുവെ ഇപ്പം ഈ കൗൺസിലിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവർ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ എന്ത് വെച്ചാൽ ഫോണിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞു. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഞാൻ അയാളോട് സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരത്തിന് ഒരു റിസൾട്ട് നിലക്ക് ആ സ്ത്രീ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ പറഞ്ഞു, സമയത്തിന് അവർ തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞാൽ അയാളിൽ ഉണ്ടായ ഒരു മാറ്റം, ജീവിതത്തിൽ ഇനി അയാളുടെ കൂടെ ജീവിക്കണ്ടെന്ന് തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് അയാളിൽ ആ അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ ആ മാറ്റം ഞാൻ സംസാരിച്ചത് കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ എന്നുള്ളതല്ല. നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ഏത് ബന്ധങ്ങളെയും ഏത് ദാമ്പത്യങ്ങളെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണത്? വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എത്ര ലളിതമായ ഒരു ആശയമാണ്. ഖുർആനിന്റെ ആ ഒരു ആശയം മതി നമ്മൾ തമ്മിലുള്ള എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളും അവസാനിക്കാൻ. എന്താണത്? മനസ്സിന്റെ പിശുക്ക്. എന്താ മനസ്സിന്റെ പിശുക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് അല്പം വിട്ടുകൊടുത്താൽ തീർന്ന കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞത്, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മളൊന്ന് വിശാലമായി കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ ആ ഒരു തകരാറിപ്പ് ഞാൻ വലിയൊരു പ്രശ്നമാക്കി എടുക്കണില്ല എന്ന് വെറുതെ ചിന്തിച്ചാൽ പിന്നെ അതിന്റെ പിറകെ കൂടൂല. തിരിച്ചും അങ്ങനെ തന്നെ. നമ്മളൊന്ന് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ വിജയിച്ചു എന്നാണ്. എന്താ ഈ മനസ്സിന്റെ പിശുക്ക്? നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കാൻ, ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു വിശാലമായ ഒരു മനസ്സ് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പരസ്പരം ഉള്ളൂ. പക്ഷെ എന്താ പറയുക, ഒരാൾ പറയുമ്പോൾ അതിൻ്റെ മേലെ കയറി പറഞ്ഞ് അതിൻ്റെ അപ്പുറം പറഞ്ഞ് തർക്കിച്ച് പ്രശ്നങ്ങളായിട്ടാണ് നമ്മുടെ ഈ ദാമ്പത്യത്തിൽ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചില മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സഹോദരി സഹോദരന്മാരെ, നമ്മളെ യോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മളെ പരസ്പരം യോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ അറിയോ? എല്ലാ കാര്യത്തിലും നമ്മുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒന്നാവുക എന്നുള്ളതാണ്. എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടുപേർക്കും ഒരേ കാഴ്ചപ്പാട് വേണം. ഏതാണ് ആ കാഴ്ചപ്പാട്? അതാണ് ഇസ്ലാം. നമ്മളിപ്പോൾ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോണ കാര്യം, നമുക്ക് ആദർശപരമായും ദീനിയായിട്ടും രണ്ടുപേർക്കും ഒരേ ആശയം വേണം. ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബം ഏതാന്ന് ചോദിച്ചാൽ, ഭർത്താവ് ഒരു ആദർശക്കാരനും ഭാര്യ വേറൊരു ആദർശക്കാരിയും ആണെങ്കിൽ മുന്നോട്ട് എല്ലാറ്റിലും അഭിപ്രായ വ്യത്യാസക്കാരൻ, എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസക്കാരൻ. ഒരു കാര്യം പോലും മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂല. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, വൈൻ തനാസഹത്തും ഫിഷയ്ക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളി റസൂൽ എന്താ പറഞ്ഞത്? ഇപ്പൊ ഒരു തർക്കം, നമ്മളിപ്പോ നേരത്തെ കടക്കണം എന്നൊരാൾ, നമുക്ക് എന്തായാലും ഒരു 9 മണിക്ക് ഉറങ്ങണം, ഞാൻ നിസ്സാര കാര്യം പറയണം, അടുത്ത ആൾ പറയുകയാണെന്ത്, അത് നമ്മൾ നടക്കൂല, ഈ വീട്ടിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു 11 മണിയാകാതെ ഉറക്കം നടക്കൂല എന്നാണ്. അപ്പൊ അതിലേതാ ശരി? നേരത്തെ ഉറങ്ങണം എന്നാണ്. ഇസ്ലാമികമായി നേരത്തെ ഉറങ്ങും. ഇശ കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരിക്കരുത്. അതിനൊരു നിർദ്ദേശം ഉണ്ട് നമുക്ക്. പിന്നെ ഉറക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അത്രയും അനിവാര്യമായിട്ടൊരു കാര്യം. നേരത്തെ ഉറങ്ങുന്നതിന് വേറെയും ഗുണമുണ്ട്. സുബൈക്ക് നേരത്തെ എഴുന്നേൽക്കും, ഉറച്ച് നേരത്തെ തഹജ്ജുദോ വിത്റൊക്കെ നിസ്കരിക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിന് ദീനിയായ ഒരു കാര്യം, വീട്ടിന്റെ ചെലവിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ചെലവഴിക്കുന്ന കാര്യത്തിൽ ചെലവഴിക്കുന്നത് എന്താണ്? കുലു അഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, അമിതമാകരുത്. അനാവശ്യമായി പാചകം ചെയ്തും അനാവശ്യമായി വസ്തുക്കളെ ചെലവാക്കാൻ പാടില്ല. അത് ആരെ പോളിസിയാ? ഭർത്താവിന്റെ പോളിസി അല്ല, ആ പോളിസി അള്ളാഹുവിന്റെ പോളിസിയാണ്. എല്ലാ വിഷയങ്ങളിലും നമുക്ക് എന്തുണ്ടായിരിക്കും? മോളുടെ വസ്ത്രധാരണം
മോളുടെ വസ്ത്രധാരണം എന്താ? അവളൊരു ഷാൾ ഇങ്ങനെ ചുറ്റിയാ പോലെ, അതിലെന്താ ശരിയായ നിലപാട്? ഉമ്മ പറയാം അങ്ങനെ ഒരു ഷാൾ ചുറ്റിയാൽ മതി, കുട്ടികളൊക്കെ ആവുമ്പോൾ അത്ര മതി എന്ന് പറയാം. ഭർത്താവ് പറയാം അത് പോരാ, ഒരു നല്ലൊരു മഫ്തട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഏതാ ശരി? വലിയ ഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രങ്ങളെ മാറിലൂടെ താഴ്ത്തിയിടണം. അത് അള്ളാന്റെ കൽപ്പനയാണ്. ഞാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ദീനിയായിട്ടുള്ള ഒരു യോജിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനെന്താണ് ആവശ്യം? ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ദീനിയായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം. അത് നമ്മൾ പരമാവധി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഒരു സമവായം ഉണ്ടാക്കി, ഒരു യോജിപ്പുണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എപ്പോഴാണ് കുടുംബം തകരാറാവുക? ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ഭാര്യൻ്റെ അടുത്താണെങ്കിലും എന്തെങ്കിലും തകരാറുകൾ ദീനിയായിട്ട് വന്നാൽ, മതപരമായി എന്തെങ്കിലും തകരാറ് വന്നാൽ അവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. ഇപ്പൊ ഒരു സ്ത്രീയെ ഭർത്താവ് എന്താണെങ്കിൽ അടിച്ചമർത്തിയാണ് കൊണ്ടുനടക്കുക. എന്ന് പറഞ്ഞാൽ ഒരടിമ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത്ര ഭയങ്കര പീഡനമാണ് അയാൾ ചെയ്യണത്. നീ അടിക്കണമെങ്കിൽ അടിക്കും, എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പോലും അത് പറയാൻ പോലും സമ്മതിക്കൂല. ഇപ്പൊ ഞാൻ പഠിച്ചു ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാവുമോ എന്ന് ചിന്തിച്ചു ആ സ്ത്രീ പറയണത്. അപ്പൊ എന്താ പ്രശ്നം അറിയങ്ങൾ? ഇയാൾക്ക് 2 ദുശ്ശീലങ്ങളുണ്ട്. ഒന്ന്, അയാൾ അശ്ലീലങ്ങൾ കാണും, പോൺ സൈറ്റുകൾ കാണും, ഒന്ന് അയാൾ കാണും. രണ്ടാമത്തത് അയാൾ എന്താ വെച്ചാൽ ഭാഗികമായി അദ്ദേഹം മദ്യപിക്കും. അപ്പൊ ഇയാളുടെ പരിപാടി എന്താ അറിയങ്ങൾ? ഈ മദ്യപിക്കുന്നതും ഇയാൾ പോൺ സൈറ്റുകൾ കാണുന്നതും ഭാര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ലോകത്ത് മുഴുവൻ ആളെത്തും ഒരു മാന്യനാണ്. അപ്പൊ എന്താ ആവശ്യം വെച്ചാൽ ഇത് രണ്ടും ഇവൾ ചോദ്യം ചെയ്യാതിരിക്കാനാണ് അവളെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നത്. ആലോചിക്കണം നിങ്ങൾ, ഇത്രയും ശക്തമായി ഒരു പെണ്ണിനോടും ഒരു ഭർത്താവും ചെയ്യാത്ത പീഡനങ്ങൾ ചെയ്ത് അവളെ ഒതുക്കി നിർത്തുന്നത് എന്തിനാണ്? ഇയാളുടെ ഈ 2 തോന്നിയാസങ്ങളെ കുറിച്ച് അവൾ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ദീനിയായ തകരാറുകൾ, ഒരു നുണ പറയുന്ന സ്വഭാവം, അല്ലെങ്കിൽ ചെറിയൊരു സൂക്ഷ്മത കുറവ്, ഇത് മതി നമ്മുടെ കുടുംബ ബന്ധങ്ങളും ദാമ്പത്യങ്ങളും തകരാറിലാകാൻ. ഇപ്പൊ സത്യസന്ധമായി ദീനിയായി ആത്മാർത്ഥമായി ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ തകരാറുകൾ ആർക്ക് അറിയാൻ പറ്റും? നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എത്ര വിശുദ്ധനായി അഭിനയിച്ചാലും ഭാര്യയിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റൂല. ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുഖത്തെ ഒരു ഭാവത്തിൽ നിന്ന് പോലും നമ്മുടെ സമീപനങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് അറിയൂ, വിശുദ്ധരായി ജീവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പരസ്പരം മനസ്സിലാക്കി പരസ്പരം വിശ്വാസം പോവും ചെയ്യും, പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദീനിയായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ആദർശത്തിലാണെങ്കിലും ദീനിലാണെങ്കിലും എല്ലാം നമ്മൾ ഒന്നിച്ചു പോകണം. ഇതോടൊപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തണമെങ്കിലോ, കുട്ടികളെ നമുക്ക് ഒരേ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ കാര്യത്തിലും ഒരേ ആദർശവും ഒരേ കാഴ്ചപ്പാടിലും വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ എന്ത് വേണം? നമുക്കൊന്നിച്ചൊരു അറിവ് വേണം. ഭർത്താവിനും ഭാര്യയ്ക്കും ദീനിയായിട്ട് അറിയുമെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ദീനിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, എൻ്റെ ഒരു പ്രഭാഷണത്തിന്റെ സന്ദർഭവുമല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും 2 പേരും ഒന്നിച്ച്, ജുമാക്കാണെങ്കിലും ഒന്നിച്ച് വരിക, ജുമാക്ക് നമ്മൾ ഒന്നിച്ച് വരിക, ഒന്നിച്ച് വന്നിട്ട് ഒന്നിച്ച് കേൾക്കുക. ഖുർആൻ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ഒന്നിച്ച് വരിക. നമ്മൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വെള്ളിയാഴ്ച എന്തായാലും നമുക്ക് ജുമാക്ക് പോകാൻ സാഹചര്യമുള്ള ആൾക്ക് വീട്ടിലിരുന്നാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവും. എന്ത് മനസ്സമാധാനം ഉണ്ടാകുക? നിങ്ങളൊക്കെ എത്ര ഭാഗ്യമാരാണ് സഹോദരിമാരെ. ഒരു മുജാഹിദ് പള്ളിയിൽ ജുമാക്ക് വരാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒന്ന് നഷ്ടപ്പെടുത്തരുത്. കാരണം ഒരാഴ്ച കിട്ടുന്ന ആ ഒരു ഉത്ബോധനം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സന്തോഷവും ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാനൊന്നും ചിന്തിക്കുക, നമ്മളൊക്കെ മുജാഹിദായി ജനിച്ച ആൾക്കാരാണ്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ പഴയ പള്ളികളിൽ ചെല്ലുമ്പോൾ എന്താ പറയുക, എല്ലാ ഖുതുബക്കും ഖത്തീബുമാരെ പ്രസംഗം തുടങ്ങൽ എന്തേ കാരണം? ജുമാക്ക് ആളുകൾ നേരം വൈകി വരുന്നതിനെ കുറിച്ച് കേൾക്കാനും എന്ന് പറയാം. അത് പറയലി ആദ്യം വന്ന ആൾക്കാരോടാണ് ഇത് പറയലെന്നുള്ളതാണ്. അവസാനമാണ് നേരം വൈകി വരുന്നതൊക്കെ അവസാനമാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കും, പക്ഷേ എന്താ ഈ ജുമാക്ക് ആൾക്കാർക്ക് നേരത്തെ വന്നാൽ ഇമാമ് മിമ്പർ കയറിയാൽ കിതാബ് പൂട്ടുന്നതാണ്. പിന്നെ നമ്മളെ പ്രതിഫലങ്ങൾ എന്ത് ചെയ്യൂല, എഴുതി വെക്കപ്പെടൂല എന്നാണ്. എന്നിട്ട് എന്താണ് വരാത്തത്? പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പോൾ ജുമാക്ക് പള്ളി ചെല്ലുമ്പോൾ നമ്മളാണ് അവസാനം വരുന്ന ആള്, ഏറ്റവും അവസാനം വരുന്ന ആള്, ഖുതുബ പറയാൻ വരുന്ന ആളാണ് വരുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വളരെ നേരത്തെ എത്തിയിട്ടുണ്ടാവും ഒന്നാമത്തെ സഫുകളിൽ പൂർണ്ണമായിട്ട്. എന്താ ഈ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരാഴ്ച നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു ചിന്ത ഖുർആനികമായി നമുക്ക് അവിടുന്ന് കിട്ടും. ഈ ലേണിംഗ് ക്ലാസ്സിന്റെ കാര്യമാണ് എനിക്ക് ഭയങ്കര അത്ഭുതം. ഒരു പരിപാടിക്ക് ആളുകൾ വന്നോ വന്നില്ല എന്നല്ലേ നമുക്ക് ബേജാറ്. ലേണിംഗ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടാവും. എന്ത് മഴയാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും ആ ആൾക്കാർ അവിടെ വരും, അവർ ഫാമിലിയെ കൂട്ടി. നമ്മൾ ഈ ഒരു തത്വത്തിലേക്ക് നമ്മൾ എല്ലാവരും വരണം. നിങ്ങൾ ഏത് ഖുർആൻ ക്ലാസ്സിലാണ് പങ്കെടുക്കുന്നത് കുടുംബസമേതം? നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് കേൾക്കണം, ഒന്നിച്ച് മനസ്സിലാക്കണം. അതേമാതിരി ജുമാക്ക് നമ്മൾ പങ്കെടുക്കണം.